രഞ്ജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിന്റെ ഞെട്ടൽ മാറും മുമ്പേ സമാന സംഭവം ഇപ്പോൾ ഷാർജയിൽ നടന്നിരിക്കുന്നു. ഷാർജയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കൊല്ലം സ്വദേശി അതുല്യെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. സത്യത്തിൽ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, നിങ്ങളൊക്കെ കല്യാണം കഴിച്ചത് ധനത്തെയാണോ, അതല്ല നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാനും നിങ്ങളുടെ ഡ്രസ്സ് കഴുകാനും ഒരു അടിമകളായി കഴിയാൻ വേണ്ടി മാത്രം ഒരു ഉപകരണത്തെയാണോ നിങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 2 സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തത്. അതിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ഇതുപോലെ 100 കണക്കിന് സ്ത്രീകൾ പല കുടുംബങ്ങളിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രയാസം നേരിട്ട് പുറത്തു പോലും ഒരാളോട് പറയാൻ കഴിയാത്ത രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. 50 പവൻ കൊടുത്ത് കെട്ടിച്ചാൽ ആ ഭർത്താവിന് വേണ്ടത് 100 പവൻ. ഈ ചങ്ങായി ചെയ്ത പരിപാടി അറിയോ? കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഇവൻ തൂക്കി നോക്കി എത്ര സ്വർണമാണ് കിട്ടിയെന്ന്. എന്തൊരു മാനസിക വൈകല്യമാണ് ഇതൊക്കെ. ബൈക്ക് കിട്ടിയവന്റെ ആഗ്രഹം കാറ് വേണമെന്ന്, കാറ് കിട്ടിയവന്റെ ആഗ്രഹം ലോറി വേണമെന്ന്. ഓരോ മാതാപിതാക്കളും പെൺകുട്ടികളെ വളർത്തി വലുതാക്കി ഒരു പുരുഷന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് 100 കൂട്ടം സ്വപ്നങ്ങളാണ്. നമ്മളൊക്കെ മരണപ്പെട്ടാലും നമ്മുടെ മക്കളെ ഇവരൊക്കെ നോക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കെട്ടിച്ചു കൊടുക്കുന്നത്. എന്നാൽ പല പെൺകുട്ടികളും ഇന്ന് അനുഭവിക്കുന്നത് നരകയാതനകളാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവകുലത്തോടൊരു വാക്ക് പറയുന്നുണ്ട്: നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യർ അവൻ സൽസ്വഭാവമുള്ളവനാണ്. സൽസ്വഭാവികളിൽ ഏറ്റവും നല്ലവരായ ആളുകൾ, ഉത്തമരായ ആളുകൾ അവൻ സ്വന്തം ഭാര്യയോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ്. അതായത് സ്വന്തം ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. പ്രിയപ്പെട്ട പെങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്നുമെന്നും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കരയാൻ വേണ്ടി മാത്രം അവസരം കൊടുത്തിട്ട് ഒരു കയർത്തുമ്പിൽ അവസാനിപ്പിക്കേണ്ടതല്ല നിങ്ങളുടെയൊക്കെ ജീവിതം. ഇവന്മാരുടെ മുമ്പിൽ അന്തസ്സായിട്ട് ആത്മാഭിമാനത്തോടെ ജീവിച്ചു കാണിച്ചു കൊടുക്കണം. ഏവർക്കും നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകട്ടെ. ഇനിയും ഒരു സ്ത്രീയുടെ ജീവിതം കയർത്തുമ്പിൽ ഒടുങ്ങാതിരിക്കട്ടെ.